ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ സ്റ്റാൻലിയും അപ്പച്ചനും കൂടി ഇങ്ങനെ മദ്യപിക്കുകയാണ്. അവളോട് ഞാൻ എത്ര തവണ പറഞ്ഞു കിച്ചണിലോട്ട് പോവരുതെന്ന്, എന്നിട്ടും അവൾ പൗലോസിനോട് വഴക്കുണ്ടാക്കിയിരിക്കുന്നു. ധിക്കാരമല്ലേ അത്, അല്ലേ അപ്പച്ച എന്നങ്ങ് ചോദിക്കുമ്പോൾ നമ്മുടെ അപ്പച്ചനാണെങ്കിൽ വായ പൊത്തി പിടിക്കുക. എനിക്ക് മിണ്ടാവോ എന്ന് ചോദിക്കും. ചോദിച്ചതിന് മറുപടി പറയാൻ. അതിന് അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പൗലോ കാണിച്ചത് തെമ്മാടിത്തല്ലേ? അവൻ മീൻ വെട്ടിവെച്ചത് നീയും കണ്ടേക്കുന്നതല്ലേ? ഞാനും അവനെ കുറെ വഴക്ക് പറഞ്ഞത് നീ കേട്ടില്ല? അപ്പച്ചൻ അങ്ങനെയൊക്കെ പറയാം. അപ്പച്ചൻ എന്റെ അപ്പച്ചനാണെന്ന് പൗലോയ്ക്ക് അറിയാവുന്നതല്ലേ? അങ്ങനെയാണോ അലീന? പൗലോ എത്ര കാലമായി അപ്പച്ച എന്റെ കൂടെ നിൽക്കുന്നു. ഇവിടെയൊക്കെ ഒരു ഗെറ്റ് ടുഗദർ വരുമ്പോ തന്നെ എത്ര പേർക്ക് വെച്ച് വിളമ്പി കൊടുക്കുന്നു. എല്ലാരും നല്ലതാണെന്ന് അല്ലാതെ മറ്റൊന്നും അയാളെ പറ്റി കുറ്റം പറഞ്ഞിട്ടില്ല. ഇപ്പോ അവന്റെ പകുതി പ്രായമുള്ള പെണ്ണ് അവനെ പിടിക്കാൻ നോക്കുന്നു, വലിക്കാൻ നോക്കുന്നു. അവൻ അപ്പോഴത്തെ ദേഷ്യത്തിന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതിന് അവളുടെ നിൽപ്പ് കണ്ടായിരുന്നു അപ്പച്ചൻ. ഞാൻ അടുത്ത് നിൽക്കുന്നുണ്ടെന്ന ഒരു മൈൻഡും അവൾ കാണിച്ചില്ല. അവളുടെ ഫയറിങ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ചങ്കിൽ തീപ്പൊരിയുള്ള പെണ്ണ് തന്നെ അവള് എന്നങ്ങ് വെച്ച് കാച്ചാണ്ട നമ്മുടെ വല്യപ്പച്ചൻ. എന്തായാലും അവള് കാണിച്ചത് കുറച്ച് കൂടിപ്പോയി എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ വല്യപ്പച്ചൻ പറയുന്നുണ്ട്, അപ്പോൾ പൗലോ കാണിച്ചത് ശരിയാണല്ലേ? നിന്റെ മകളാണെന്ന് പറഞ്ഞിട്ട് പോലും അവളെ അനുസരിച്ചില്ലല്ലോ അവൻ. നീ പറയുന്നത് പോലെ തന്നെ നിന്റെ മകൾ പറയുന്നതും അവരനുസരിക്കണം. അന്നേരം അവളെങ്ങാനും പറഞ്ഞത് പൗലോ ചെയ്തില്ലായിരുന്നെങ്കിൽ അവന്റെ ചെകിട്ടത്ത് അവൾ പൊട്ടിച്ചായിരുന്നേനെ എന്നങ്ങ് നല്ല സന്തോഷത്തിൽ പറയാനിട്ട വല്യപ്പച്ചൻ. അവളെ കൊട്ടാരമറ്റത്തിൽ ഔതക്കുട്ടിയുടെ കൊച്ചുമകളാ, കേണൽ സ്റ്റാൻലി ജോസഫിന്റെ മകൾ. അവൾക്ക് അങ്ങനെ തലയും താഴ്ത്തി നിൽക്കാൻ പറ്റത്തില്ലടാ എന്നങ്ങ് പറയുന്ന നേരത്ത് നമ്മുടെ സ്റ്റാൻലി പറയും, അവൾക്കിവിടെ എന്തിന്റെ കുറവാ? അവൾക്ക് എന്ത് സുഖസൗകര്യം വേണമെങ്കിലും ഞാൻ ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ലോകം മൊത്തം ചുറ്റിക്കറങ്ങാന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അതൊന്നും അവൾക്ക് വേണ്ട. ഇവിടുത്തെ അടുക്കളയിൽ പോയിട്ട് അവരോട് ബഹളം ഉണ്ടാക്കി അതിൽ നിന്ന് കിട്ടുന്ന ലാഭം മാത്രം അവൾക്ക് മതിയെന്ന്. നേരെ നമ്മുടെ വല്യപ്പച്ചൻ ചെന്നിട്ട് പറയും, നീ അതങ്ങ് അവൾക്ക് വിട്ടുകൊടുത്തേക്കില്ല ആലീച്ച, അവളുടെ ഇഷ്ടം നടക്കട്ടെ എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആലീനയാണെങ്കിൽ റൂമിൽ ഇരുന്ന് ഇങ്ങനെ കരയുവാണ് കേട്ടോ. അന്നേരം വല്യപ്പച്ചൻ ചോദിക്കും, എന്താ മോളെ, എന്താ നിന്റെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ, പപ്പ എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു വല്യപ്പച്ച. അവൻ ആരെയാ വഴക്ക് പറയാത്തെ? ഈ അവന്റെ അപ്പച്ചനായ എന്നെ പോലും അവൻ വഴക്ക് പറയുമെന്ന് പറയും. അന്നേരം അലീന പറയും, ആരെന്ത് പറഞ്ഞാലും ഒരു വിലയില്ല മോളെ, അവന്റെ സ്വഭാവം അങ്ങനെയാണ്. എല്ലാവരും പറഞ്ഞാലും അവനനുസരിച്ചോളണം. ഡൽഹിയിലെ വലിയ കേണലല്ലായിരുന്നോ? അങ്ങനെയൊക്കെ വല്യപ്പച്ചൻ പറയുന്ന നേരത്ത് നമ്മുടെ അലീന ചോദിക്കും, കേണലല്ലേ? കേണലിന്റെ മുകളിലും വലിയ വലിയ ഓഫീസർമാരുണ്ടാവുമല്ലോ, അവരുടെ മുന്നിലും ലാലിച്ച എന്തായാലും തര കുനിച്ചല്ലേ നിൽക്കാൻ പറ്റത്തുള്ളൂ. എടി നീ ആള് കൊള്ളാലോ, നിനക്കിതൊക്കെ എങ്ങനെ അറിയാൻ ചോദിക്കേ? അതൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ടെന്ന് പറയട്ടെ അലീന. എന്നിട്ട് പതുക്കെ പോയി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അവന്റെ കുടുംബ ജീവിതത്തിലും അവന്റെ ഇവിടുത്തെ ജീവിതത്തിലും കൈയടത്താൻ പോയാലേ അവന് വല്ലാതെ ദേഷ്യം പിടിക്കും മോളെ. പള്ളിക്കാരും സമുദായക്കാരും എല്ലാവരും വന്ന് നോക്കിയതാ. ഇപ്പൊ ഒരൊറ്റരെണ്ണ ഈ കോമ്പൗണ്ടിന് ചുറ്റും കേറത്തില്ലല്ലോ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. ഓ പിന്നെ അത് പട്ടിയാളെ പേടിച്ചിട്ടായിരിക്കും എന്ന് പറയട്ടെ അലീന. തമാശയല്ല മോളെ, ഞാനേ സമരം ചെയ്യാൻ പോവാ വല്യപ്പച്ച. മോളെ നീ അതൊന്നും ചെയ്യല്ലേ എന്ന് പറയുമ്പോൾ, ചെയ്യും വല്യപ്പച്ച. ഞാനും ലാലിച്ചനും തമ്മിൽ സമരം ഉണ്ടാക്കിയാലേ വല്യപ്പച്ച ആരുടെ ഭാഗത്ത് നിൽക്കുന്നു ചോദിക്കുമ്പോൾ വല്യപ്പച്ചൻ പറയും, ആരുടെ ഭാഗത്താ നിൽക്കേണ്ടതെന്ന്. അതൊക്കെ വല്യപ്പച്ചൻ്റെ ഇഷ്ടമല്ലേ. ആരുടെ ഭാഗത്ത് നിൽക്കുന്നു ചോദിക്കുമ്പോൾ നമ്മുടെ വല്യപ്പച്ചൻ പറയും, ഇത്രയും കാലം ലാലിച്ചൻ്റെ അടുത്തായിരുന്നു ഞാൻ നിന്നത്, ഇനി കാല് മാറണമെന്ന് ചോദിക്കും. വേണ്ട വല്യപ്പച്ച, എങ്കിലും ചിന്നമ്മ ഇപ്പുറത്ത് ഒറ്റയ്ക്ക് നിൽക്കുന്നത് കാണുമ്പോഴേ എനിക്ക് നല്ല വിഷമമുണ്ട് എന്ന് പറയട്ടോ നമ്മുടെ വല്യപ്പച്ചൻ. ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് അലീന പറയുമ്പോൾ, ഞാൻ ഏതായാലും ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ വല്യപ്പച്ച, അതേതായാലും നന്നായി, നീ വിട്ടുകൊടുക്കാൻ തീരുമാനമില്ലല്ലേ എന്ന് പറയുമ്പോൾ, അതില്ല എന്ന് പറയട്ടോ അലീന. ഈ കേണലിന് ഭാര്യയും മക്കളൊക്കെ ഇല്ലേ? അവരെ ആരും കേണൽ കാണാൻ പോയിട്ടുമില്ല, കേണലിനെ ആരും ഇങ്ങോട്ട് വിളിച്ചിട്ടുമില്ല, അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കും. എന്ത് പ്രശ്നം? അവർ അഞ്ചലില് സുഖമായിട്ട് ജീവിക്കുന്നു, അവർക്ക് വേണ്ടതെല്ലാം അവിടെ കിട്ടുന്നുണ്ട്. അവനാണെങ്കിൽ ഇവിടെയും സുഖമായിട്ട് ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ, ഇതാണോ സുഖമുള്ള ജീവിതം? കുറെ പട്ടികളും കുറെ കുപ്പികളും കുറെ കശാപ്പുകാരായ ജോലിക്കാരും, ഇതാണോ ഫാമിലി സെറ്റപ്പ്? ഇതെല്ലാം ഞാൻ പൊളിക്കുന്നുണ്ട്, ഇവിടെ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട്, അതൊക്കെ ഞാൻ പൊളിച്ചെടുക്കും എന്ന് പറഞ്ഞ് നിൽക്കുക കേട്ടോ അലീന. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ബൈ.